എടി നീ എന്താ ഗിത്താറൊക്കെ എടുത്തിട്ട് എന്താ വല്ല സ്റ്റേജ് ഷോയ്ക്കും പോകാനുള്ള പരിപാടി ഉണ്ടോ നിനക്ക്? അമ്മ ഇത് ചുമ്മാ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. പാട്ടും കൂത്തൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്താണ്, അല്ലാണ്ട് പണിൻ്റെ ഇടയിൽ വന്നിട്ടല്ല ഈ പണി ചെയ്യേണ്ടത്. എന്താ ഞാൻ എല്ലാ പണി എടുക്കുമെന്ന് വെച്ചിട്ടാണോ നീ ഇവിടെ വന്ന് മിണ്ടാതിരിക്കുന്നത്? അയ്യോ എൻ്റെ അമ്മ, ഞാൻ അതുകൊണ്ടൊന്നുമല്ല. റൂമിലോട്ട് വന്നപ്പോൾ ഗിത്താർ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അതൊന്ന് വായിച്ചു നോക്കാം. എനിക്ക് വായിച്ചു നോക്കാനൊന്നും അറിയില്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കാമെന്ന് വെച്ചെടുത്തതാ. അപ്പം തന്നെ അമ്മയും വന്നു. പിന്നെ എന്താ, ഞാൻ വരുന്നു അടുക്കളയ്ക്ക്. അമ്മ നടന്നോ? എൻ്റെ ദൈവമേ, ഒരു സാധനം ഇവിടുത്തെ തൊടാൻ സമ്മതിക്കില്ല. എന്തോ ഭാഗ്യം, തിന്നാനുള്ള അനുമതി കിട്ടുന്നുണ്ടല്ലോ. എടി എടി എടി, നീ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? ഓ പിന്നെ വായ വല്ലാണ്ട് കൂടുന്നുണ്ട്. കയറി വന്നപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ വായി, ചെറിയ വായും കൊണ്ട് കയറി വന്നാണല്ലോ. ഇപ്പം എന്താ അതിനകത്ത് കയറിയപ്പോൾ വായുടെ വലിപ്പം കൂടിയോ? കയറി വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ വായും കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെയല്ലേ മനസ്സിലായത് ഇവിടെ ഒരു ഭയങ്കരയായ ഒരു അമ്മായിയമ്മ പുലിയുണ്ട്. അപ്പം അതിൻ്റെ വായിക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിലത്ത് കിടക്കുന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ വായി വന്നത്. മനസ്സിലായോ? എടി ഭയങ്കര, നീ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? വേണ്ടാട്ടാ. അതന്നെ എനിക്കും പറയാനുള്ളത്. വേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. നീ എന്താടി ചെയ്യേ എന്നെ? അതൊന്നും പറയാൻ പറ്റില്ല. കേട്ടിട്ടില്ലേ ഓരോ പത്രത്തിലും വാർത്തകളിലേക്ക്? അമ്മായി അമ്മയെ മരുമകൾ തല്ലിക്കൊന്നു, അമ്മായി അമ്മയെ മരുമകൾ വെട്ടിക്കൊന്നു, പിട്ടിക്കൊന്നു, കയ്യും കാലും ഒടിച്ച് നിലത്തിട്ടു എന്നൊക്കെ. അതൊക്കെ അമ്മായിയമ്മമാരുടെ കുഴപ്പങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. മനസ്സിലായോ? എടി നീ അപ്പം എന്നെ കൊല്ലുന്നാണോ പറയുന്നത്? അതോ എൻ്റെ കയ്യും കാലും ഒടിച്ചിടുന്നോ? വേണ്ടാട്ടാ. ഞാൻ പരമാവധി ക്ഷമിച്ച് പോകുന്നുണ്ട്. നിങ്ങൾ വെറുതെ എൻ്റെ തലയിൽ കയറി കുതിര കളിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും അത്. നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എൻ്റെ സ്വഭാവമൊക്കെ മാറി വരികയാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടോ. പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി നിങ്ങളായിട്ട് ഉണ്ടാക്കി തരും. അതും ചെയ്തിങ്ങനെ രാത്രി വരെ നടക്കണം. എന്നാൽ രാവിലെ കുറച്ച് വൈകിട്ട് എണീക്കാൻ സമ്മതിക്കുകയോ അതും ഇല്ല. 4 മണിയാകുമ്പോൾ എണീപ്പിക്കും. എണീച്ചില്ലെങ്കിൽ വാതിൽ വന്ന് കൊട്ടിയും കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നാണും മാനൊന്നും ഇല്ലല്ലോ ഭാര്യയും ഭർത്താവും കിടക്കണ മുറിയിൽ വന്ന് കൊട്ടിങ്ങോണ്ടിരിക്കാൻ. എടി എനിക്കെന്തിനാടി നാണോ മാന? എൻ്റെ മോൻ കിടക്കണ റൂമിൽ വന്ന് കൊട്ടാനേ എനിക്കെന്തിനാടി? ആരെന്നെ നാണിക്കാനാടി ഞാൻ? അതിന് നിങ്ങളുടെ മകൻ മാത്രം കിടക്കുന്നത് ഞാൻ വരുന്നതിന് മുന്നേ, കല്യാണത്തിന് മുന്നേ. ഇപ്പം ആ മകനൊരു ഭാര്യയുണ്ട്, അവരൊരു കുടുംബമാണ്. അവരുടെ വഴിക്ക് വിടുക, അതൊന്നും നിങ്ങൾക്കില്ലല്ലോ. എല്ലാത്തിലും കയറി ഇടപെടും. ഞങ്ങളൊന്ന് ചെറുതായി തെറ്റിയാൽ നിങ്ങൾ 10 ദിവസം മിണ്ടാതിരിക്കാനുള്ള പണി അതിലൊപ്പിക്കും. അതല്ലേ നിങ്ങളുടെ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം. നിങ്ങളുടെ മോളുടെ കാര്യത്തിലൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. സ്നേഹിച്ചാൽ ഞാൻ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ പിന്നെ ബാക്കി പറയണ്ടല്ലോ. നീ എന്താണ്ടി പെണ്ണേ, എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങൾക്കിത് ഭീഷണിയായി തോന്നുന്നുണ്ടെങ്കിൽ അതെ, ഞാൻ ഭീഷണിപ്പെടുത്തുക തന്നെയാണ്. എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ മുങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവളെന്നെ പിടിച്ച് തിന്നും. ഈശ്വരാ, ഈ പെണ്ണിൻ്റെ നോട്ടം കണ്ടില്ലേ, ഇപ്പം എന്നെ പിടിച്ച് സംഹരിക്കും. അങ്ങനെയുണ്ട്. എന്താ നിങ്ങൾ നിന്നോടത്ത് നിന്നിട്ട് എന്നെ പിറുപിറുക്കുന്നത്? രാവിലെ എണീച്ചാൽ എണീച്ചത് മുതൽ കിടക്കുന്നത് വരെ എനിക്ക് സൗകര്യം തരില്ല. നീ എന്താടി, എന്നെ പ്രാകുകയാണോ? അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇപ്പോൾ കണ്ടാൽ തോന്നും ഞാൻ മരുമകളും ഇവൾ അമ്മായിമ്മയാണെന്ന്. നിന്റെ ഈ വായ് നിന്റെ വീട്ടിലുള്ളവരോട് പോയി കാണിച്ചാൽ മതി കേട്ടോ. എൻ്റെ ഈ വായ നിങ്ങളോടല്ലാതെ വേറെ ആരോട് കാണിക്കേണ്ട കാര്യവും എനിക്കില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വളരെ അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ചിന്തിച്ചു നോക്കാം. നീ ഇപ്പം പോയി നിന്റെ പണി ചെയ്യുക. അടുക്കളയിൽ ഒരു കൂട്ടം പാത്രമുണ്ട്. ഓ പിന്നെ അവൾ എന്നെ ഭരിക്കാൻ നിൽക്കുന്നു.